പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവേ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധമേ, സമയത്തിന്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീസസ് ഓഫ് നാസറത്ത്, നസ്രായന യേശു, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. ഇതൊക്കെ കുറച്ച് പേർക്ക് അറിയാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആദ്യം 77 ഇറങ്ങിയ സിനിമയാണത്. ഞാനൊരു 6 പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ 6 മണിക്കൂറുണ്ട് ആ സിനിമ. പലപ്പോഴായിട്ട് കണ്ടതാ. ബാക്കി എല്ലാ സിനിമയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളേ. പക്ഷെ ഈ സിനിമ 6 മണിക്കൂറാണ്. നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനില്ലേ, ബൈബിളിൻ്റെ സഭ ഉപയോഗിക്കുന്ന ഭദ്രമായ ഒരു തർജ്ജിമയാണത്. ഇതിനകത്തുള്ള എല്ലാ ഡയലോഗും ആ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്കും സത്യസന്ധമായിട്ട് പഠിക്കുന്നവർക്കും ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പോലെയാണല്ലോ പലപ്പോഴും പല തർജ്ജിമകളും വ്യൂസാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡ് വെർഷനാണ്. അപ്പം അത് കാരണം ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കാണുകയും ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് യൂദാസ് വരുന്നൊരു ഭാഗമുണ്ട്. യൂദാസ് വരുന്ന ഭാഗം ഈ അപ്പോസ്തലന്മാരൊക്കെ ഈശോ സന്ധ്യ നമസ്കാരത്തിലാണ്. അത് രസമാണ്. ഫ്രാങ്കസ് സെഫ്രേലി ഇത് അവതരിപ്പിക്കുന്നത്. അത് ഈശോ എന്തോ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്, കാലം നീട്ടിക്കൊണ്ട്. ഒരു പ്രത്യേക
ലൂസ്ഡ് സ്റ്റൈലിലിരിക്കുക. പക്ഷേ ഈശോയുടെ 2 കൈകൾ കൊണ്ട് ഈശോ മുഖം ഇങ്ങനെ പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടുത്ത് കാണുന്ന അവർ അപ്പോസ്തലന്മാരൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണല്ല, അവിടുത്തെ തീ കൊണ്ട്, അല്ലാതെ തന്നെ തണുപ്പിന് തീ ഇട്ടിട്ടുണ്ട്. ഈ തീ ഇങ്ങനെ ആളി ഇളകി കത്തണുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിജൃംഭിതമായ ആന്തോളനങ്ങളൊക്കെ ഈ തീ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫീലാണത്. ശരിക്കും ഒരു സ്ഥിര വെളിച്ചമല്ല, കുറച്ച് തീയുടെ ഇളകുന്ന ഒരു പ്രകാശം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ചൂടും പൊള്ളലും ഒക്കെ ഈശോ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ, തീ വളരെ അടുത്ത. അപ്പോഴാണ് ഇരുട്ടത്ത് കൂടി ഒരാൾ വരണത്. അയാളങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ കണ്ണ് തുറക്കുമ്പോൾ ഇയാളെ കാണും. അപ്പം അയാൾ ഈശോയോട് പറയും, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വാണ്ട് യു ഡിസൈപ്പിൾ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. അപ്പം അതിൻ്റെ പ്രത്യേകത, മറ്റെല്ലാ അപ്പോസ്തലന്മാരെയും ഈശോ വിളിച്ചതാ, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാത്രമാണ് വന്നിച്ചും ഐ വാണ്ട് ഫോളോ യു എന്ന് പറയണത്, എനിക്ക് നിന്നെ. ഫാങ്കർ സെഫ്രേരിയുടെ ഒരു ബാലൻസ് ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈശോ ആണെങ്കിൽ ഇതിന് യേസും പറയത്തില്ല, നോയും പറയത്തില്ല. ഈ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പുറത്ത് നിൽക്കുന്ന ആളാരാണെന്ന്? അതാണ് ജൂദാസ്. അപ്പോൾ ജൂദാസ് വരുന്നുണ്ടെന്ന് ഈ കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഹീസ് കമ്മിങ് എന്ന്. അപ്പോൾ ഈശോ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഈ വരുന്ന തിന്മയെ കാണുന്നുണ്ട് ശരിക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴേക്കും ഈശോ എന്ത് പറയുമായിരിക്കും ഇയാളോട് എന്ന് പറയുമ്പോൾ ഈശോ ഒന്നും പറയത്തില്ല ഇയാളോട്. ഇയാൾ പോകാതെ അങ്ങനെ നിൽക്കും അവിടെ ആ ഇരുട്ടത്ത്. അപ്പോൾ ഈശോയോട് പറയും, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. വളരെ ഇങ്ങനെ അളന്ന് തൂക്കി ഇങ്ങനെ പറയും. നമ്മുടെ ചങ്ക് പതറിപ്പോകും നമുക്ക്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയണത്. അതാണ് നമുക്ക് വിഷമം ഉണ്ടാകണത്. ഇത് ഈശോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്താ, യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക് എൻ്റെ കൂടെ താമസിക്കാം. അപ്പോഴേ ചില സമയത്ത് അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും അവന് നേരത്തെ അറിയാമായിരുന്നു ഒരു വാക്കുണ്ട്. യോഹന്നാൻ 13:11. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പം അവൻ ഈശോയ്ക്ക് ആളെ അറിയാമായിരുന്നു. അതാണ് വിഷയം. ഇപ്പോഴല്ല, ആദ്യമായി വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഈ ഫ്രാങ്കോ സെഫ്രേലി പറഞ്ഞു വെക്കണത്. ഇത് ഈശോയുടെ ഒരു പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ പൊതുപ്രശ്നമാണ്. നമ്മൾ ദൈവമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടിയുള്ള അറിവുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായ ഡീലുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ 6:6 എടുത്തേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. ആ 5 അപ്പം വർദ്ധിപ്പിക്കാൻ അപ്പമേ ഇവർക്ക് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നൊക്കെ ചോദിക്കണില്ലേ? അപ്പം ഇവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിന് സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാം. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈ നേരത്തെ എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കാണ്.
നമ്മൾ പലപ്പോഴും ചെന്ന് പണി മേടിക്കണ ഈ ഒരു വാക്കിലാണ്. യോഹന്നാൻ 3:18 എടുത്തേ. അവനിൽ വിശ്വസിക്കുന്ന അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വസിക്കായിക മൂലം. നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കണം തന്നെ വിചാരിക്കുക. നിങ്ങൾ ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത്രയും നേരം കെട്ടിക്കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ചുമ്മാ വല്ല കാശ്മീരിലാ വല്ല ഗോകർണത്തെ ഇരുന്നുകൊണ്ട് ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം തന്നെ ഓഫർ ലെറ്ററും പണവും കാശും എല്ലാം ഇവിടെയെല്ലാം തെറ്റിപ്പോയി കെട്ടിക്കിടന്ന് തടസ്സമായി കിടന്ന് അതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചീപ്പൂരി വിടണ പോലെ തന്നെ കാണാം. എന്താ കാര്യം? കാരണം അയാൾ ഉടമ്പടി എടുത്താൽ ശരിയാവുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് ഇന്ന് വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉടമ്പടി കുറേ ആൾക്കാർ ലാഗ് ചെയ്യണില്ലേ, തടസ്സം. അതിൻ്റെ കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ദിവസം അറിയാം. ഇത് പോയാൽ ഓന്തോടിയ വെയിൽ വരെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് വിശ്വസ്തത കാണിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അങ്ങനെ ഒരു പണി മേടിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് ഉടായ്പ കാണിച്ചാലും കർത്താവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെടിപ്പും മെനയുമായിട്ട് വൃത്തിയും വിശുദ്ധിയുമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് പണി എളുപ്പമാവും. നമ്മളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടണത്, നമ്മുടെ ഉടായ്പ കാരണം. അതുകൊണ്ട് വളരെ എന്തെങ്കിലും തരത്തിൽ ഒരു അലംഭാവം ഉടമ്പടിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ആ പഴയ പവറിലേക്ക് വരാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അർഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇരുന്ന്. അപ്പം ദാസനോ ദാസിയോ ആകില്ല. അപ്പം ദാസന് ദൈവം കൊടുക്കുന്ന എന്താ? ദാസനും ദാസിയും അമ്മ മാതാവ് ഞാൻ നിൻ്റെ ദാസിയാണെന്നാണ് പറഞ്ഞ അമ്മയുടെ സ്ഥാനമാണ് ദൈവം കൊടുക്കുന്ന. നിന്നെ സ്വന്തമാക്കും. അത് കഴിഞ്ഞാൽ എനിക്കിതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛൻ ആർമിയിലായിരുന്നു, വന്ന് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒരു വീട്ടിൽ വാടകയ്ക്ക് പോയിട്ട് 6 മാസമായിട്ട് വാടക കൊടുക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് വീട്ടിൽ ഭക്ഷണമില്ല.
വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എന്തോ എല്ലാ മാസവും വന്ന് ചോദിക്കും. അവർ ചേച്ചി ചോദിക്കും, അവിടെ വന്ന് ചോദിക്കും, തരാം, കിട്ടാം. പക്ഷേ എവിടെ നിന്ന് കൊടുക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടില്ല. അച്ഛന് കിട്ടുന്ന പെൻഷനൊക്കെ പലിശ അതിനേക്കാളും കൂടുതൽ തിരിച്ചു കൊടുക്കണം. പക്ഷേ എനിക്ക് അന്ന് അമ്മയെ അറിയാം. അത് മാത്രമായിരുന്നു എൻ്റെ ഒരു പ്ലസ്. പ്രാർത്ഥന അറിയില്ല, കൊന്ത അറിയില്ല, അതുപോലെ നന്മ നിറഞ്ഞ മറിയമ അറിയില്ല, സ്വർഗസ്രായ പിതാവ് അറിയില്ല, വിശ്വാസപ്രവണം അറിയില്ല. പക്ഷെ അമ്മയെ അറിയാം. ഞാൻ നടന്നു പോവായിരുന്നു മാതാവിനെ കാണാൻ. ഫോർട്ടുകൊച്ചി ഒരു ഗ്രോട്ടോ ഉണ്ട്, പിന്നെ ഇവിടെ മറോക്കാടന്ന് പോകാമായിരുന്നു. കൃപാസന അവിടെ ഇരുന്ന ആ മാതാവ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷെ അത് ആ സ്ഥിതിയെല്ലാം മാറി ഏറ്റവും. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പറയുക, നമുക്ക് ഈ അവസ്ഥയെല്ലാം നോക്കേണ്ടത് വചനമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വീട്ടിൽ ഇരുന്ന് പുറത്തു പോയാൽ റോട്ടിൽ പോലും പോകാൻ പറ്റില്ല. എവിടെ പോകും? ഇതെല്ലാം എടുത്തിട്ട് റോട്ടിൽ പോയാലും ഭക്ഷണം കഴിക്കണ്ടേ? ആ അവസ്ഥയിരുന്ന് മാറ്റി ഇന്ന് കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ വീടാണ് അമ്മ തന്നിരിക്കുന്നത്. കൊച്ചിയിൽ അതുപോലത്തെ വീടില്ല, ഞാൻ അത് ഉറപ്പ് പറയാം. അപ്പോൾ അതാണ് നമ്മളെ ദൈവം. അപ്പം നിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. അതിനെ പിറുപിറുത്ത് കരഞ്ഞ് വഴക്ക് പറഞ്ഞ് ചീത്ത പിടിച്ച് അങ്ങോട്ട്, ഇന്ന് ഞാൻ ഇതിന് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അയാൾ തലയിൽ കയറിയിരിക്കും, എൻ്റെ ഭർത്താവ് എന്നെയും കൂടുതൽ കുടിച്ചു പോകും. നിങ്ങളതിനെ നോക്ക്. നിങ്ങൾ വഴക്കിട്ടിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ നോക്ക്. എത്രയോ പേര് കൗൺസിലിങ് ഞാൻ ചോദിക്കാറുണ്ട്, കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പം നീ എവിടെയോ അഹങ്കാരം കിടപ്പുണ്ട്. എനിക്ക് എൻ്റെ ഭർത്താവിനെ ശരിയാക്കിയെടുക്കാമെന്ന് നമുക്ക് തോന്നും, എൻ്റെ മക്കളെ എനിക്ക് ശരിയാക്കിയെടുക്കാമെന്ന് തോന്നും, എൻ്റെ കടബാധ്യത ഞാൻ വിചാരിച്ചാൽ ശരിയാവുന്ന നമുക്ക് എവിടെയോ ഒരു അഹങ്കാരം കിടപ്പുണ്ട്. അത് കറയാണ്, അത് മാറ്റണം. ദൈവം അത് മാറ്റും. പ്രൈസ് ദി ലോർഡ്. അതിന് നീ പടയേണ്ടത് എളിമപ്പെടണം, ദൈവത്തെ ആശ്രയിക്കണം, അനുതപിക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഇവിടെ വരുമ്പോൾ, ഉടമ്പടിക്ക് വരുമ്പോൾ സന്തോഷമായിരിക്കുക. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ സന്തോഷത്തിലാണ്. സങ്കടം വരുമ്പോൾ, സങ്കടമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവമായിട്ട് കണക്ഷൻ വിട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. തിരിച്ച് കണക്ഷനിലേക്ക് വരണം. മൊബൈലിൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലാതെ ഇരിക്കുമല്ലോ. അപ്പോൾ കണക്ഷനിൽ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം. സങ്കടം വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ വിശ്വാസം കുറയുക ചെയ്യുന്നത്. ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവം എൻ്റെ കൂടെയാണ് ഉള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വിചാരം, സങ്കടപ്പെടുത്തുന്ന കാര്യം ആവർത്തിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നമുക്കൊക്കെ പറ്റുന്നത് ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് ആലോചിക്കുകയില്ല. എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ ഓർമ്മയെ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് അത് ആഴത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അമ്മ മാതാവ് ചെയ്തത് വചനമാണ് ആഴത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഹൃദയത്തിൽ വെച്ച്. നമ്മ ചെയ്യുന്നത് സങ്കടങ്ങൾ ഹൃദയത്തിൽ വെച്ച് അത് ആലോചിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വിട്ടുകളയുക. അതുപോലെ ഉടമ്പടി എടുക്കുമ്പോൾ ഏറ്റവും സന്തോഷം എന്താ? ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ 8500 കൂടുതൽ വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വാഗ്ദാനത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിനേക്കാളും കൂടുതലുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമുണ്ട് അതെല്ലാം വാഗ്ദാനത്തിലുണ്ട്. പക്ഷേ നമുക്ക് വാഗ്ദാനം മാംസമാക്കാൻ പറ്റാത്തതുകൊണ്ട്, അത് വിശ്വാസം കുറയുന്നതുകൊണ്ടാണ് നമുക്കത് പ്രയോജനപ്പെടാത്തത്. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറുന്നത് കാണാം. എല്ലാ വാഗ്ദാനങ്ങളും. അത് കാത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഹെബ്രി 6:15 അബ്രഹാം കാത്തിരുന്നുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറിയത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തിടുക്കം വയ്ക്കാതെ, കരയാതെ, ബഹളം വയ്ക്കാതെ കാത്തിരിക്കണം. ഈ സങ്കടമൊക്കെ ഉള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാറില്ല. ഈ ലോകത്തിൻ്റെ കാര്യത്തിൻ്റെ പുറകെ പോയി ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
എൻ്റെ കൂടെ ദൈവം ഉണ്ടാകുന്ന എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഉണ്ടാകും, പക്ഷെ അത് നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടാകും. ദൈവം കൂടെ നടക്കണ്ടെന്ന് നോക്കണം. അപ്പോൾ ദൈവത്തിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ദൈവം ലൂക്ക 9 അധ്യായത്തിൽ 57 തൊട്ട് 62 വരെ 3 പേരെയാണ് ദൈവം വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ വിളിക്കുമ്പോൾ അവൻ സുഖസൗകര്യത്തിൻ്റെ ആളാണ്. അപ്പോൾ ഈശോ പറയണ, എനിക്ക് എൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവുമില്ല, പശുക്കൾക്ക് കുറുക്കന് പോലും ഉണ്ട് താമസിക്കാനുള്ള സ്ഥലം, പക്ഷേ എനിക്കില്ല. അപ്പോൾ അവൻ വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലസത കൂടുതൽ എന്ന് വെച്ചാൽ സുഖ സൗകര്യം, സന്തോഷം, അതുമാത്രം. സുഖം വേണം ജീവിതത്തിൽ. എന്തെങ്കിലും ചെറിയൊരു സഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അത് എപ്പോഴും അതിനെക്കുറിച്ച് പേടിക്കും. സഹനം വഴിയാണ് ദൈവാനുഭവം നമുക്ക് കിട്ടുന്നത്. എപ്പോഴും മനസ്സിലാക്കണം. ചെങ്കടൽ അനുഭവം ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൊടുത്തത് തന്നെ ആ ചെങ്കടലിൽ കൂടി ഒരു വഴി ഉണ്ടാക്കാൻ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്ന് അവരൊക്കെ മനസ്സിലാക്കി അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കൊണ്ടുപോയത്. അത് സഹനമായിട്ട് കാണേണ്ട കാര്യമില്ല. ആ വഴി നടന്നപ്പോഴാണ് അവർക്ക് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലായത്, സംരക്ഷണം മനസ്സിലായത്. അപ്പോൾ ഈ ഒന്നാമത്തെ ആളെപ്പോലെ പലവരുണ്ട്. നമ്മൾ സുഖസൗകര്യം അതുമാത്രം വേണം. നമുക്ക് ഇച്ചിരി പ്രശ്നം വന്നാൽ അപ്പം വിഷമിക്കും, അപ്പം സങ്കടമായി, ദൈവം എൻ്റെ കൂടെ ഇല്ല, പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥന വിട്ടുപോകും. അത് പ്രലോഭനമാണ്. അപ്പോൾ ഉടമ്പടി വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടാണ് ഉപവാസം എന്ന് വെച്ചാൽ എന്താ? ഈ ലോകത്തിനെ തോൽപ്പിക്കുക. ലോകം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ തോൽപ്പിക്കുക, ആത്മാവിനെ വിജയിപ്പിക്കുക. ഉപവാസം അതാ. ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ശരീരത്തിന് ക്ഷീണം കൊടുത്തിട്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രാർത്ഥിക്കണം. ഇല്ല ഉപവാസം എടുത്തിട്ട് ടി വി കണ്ട് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ സുഖസൗകര്യം ദൈവം വിളിക്കുമ്പോൾ ആദ്യത്തെ ടൈപ്പായ ആൾക്കാർ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ പറയും, ആദ്യം ഞാൻ പോയിട്ട് എൻ്റെ അച്ഛനെ അടക്കം ചെയ്തിട്ട് വരട്ടെ എന്ന്. അതാണ് ആദ്യം ദൈവം വിളിക്കുന്നത്. അപ്പോൾ അടക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് നഷ്ടപ്പെടുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അങ്ങനെ ജനങ്ങളുണ്ട്. സമയം കളയണത്, പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ഈ കാലത്തെ തുടങ്ങിയ അവൻ തിടുക്കവും പരവേശവുമാണ്. എങ്ങനെയും കാശുണ്ടാക്കണം, ഇല്ല എങ്ങനെയും ജീവിക്കണം, ഇല്ല അത് ചെയ്യണം ഇത് ചെയ്യണം. കുറേ ജോലി അങ്ങോട്ട് എടുത്ത് തലയിലിട്ടിട്ട് പ്രാർത്ഥിക്കാനേ സമയം ഉണ്ടാകില്ല. എന്നിട്ട് അവർ പറയണം എനിക്കിവിടെ സമയം. അപ്പോൾ ഒന്നാം സ്ഥാനം ആദ്യം അവർ ഈ നഷ്ടപ്പെടുന്നതിനാണ് വില കൽപ്പിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് ഈശോയുടെ കൂടെ നടക്കാൻ സാധിക്കില്ല. എപ്പോഴും ബിസിയായിരിക്കുക. ബിസി. അവനതാ പറഞ്ഞത്, ആദ്യം ഞാൻ പോയിട്ട് അടക്കം ചെയ്യാം. അപ്പോൾ ഈശോ പറഞ്ഞാൽ മരിച്ചവരെ അടക്കുന്ന. അത് മരിച്ചതാണ്. അത് ലോകത്തിൻ്റെ, അതുകൊണ്ട് ഒരു യൂസും ഇല്ല. ജീവനുള്ള ദൈവം, ഉയർപ്പിൻ്റെ ദൈവമാണ് കൂടെ ഉള്ളത്. അപ്പോൾ അത് ആ സമയം അതിന് കൊടുക്കുക. മൂന്നാമത്തവർ ഈശോയുടെ കൂടെ വരാൻ പറയുമ്പോഴത്തേക്ക് അവർ പറയണം ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് വരട്ടെ എന്ന് വെച്ചാൽ. ചിലപ്പോൾ
തിരിഞ്ഞു നോക്കരുതെന്നാണ് ഈശോ പറഞ്ഞത്. എൻ്റെ കൂടെ അനുഗമിക്കുമ്പോൾ, എൻ്റെ കൂടെ നടക്കുമ്പോൾ തിരിഞ്ഞ് നോക്കാൻ പാടില്ല. ഈ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, സുഖസൗകര്യം കുറയ്ക്കണം. സഹനം വരുമ്പോൾ അതിന് സന്തോഷത്തോടെ നന്ദി പറയാൻ പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കും. ദൈവാനുഭവം നമുക്ക് കിട്ടും.